ഫ്രണ്ട്സ്, വില്ലേജ് ഫാർമറിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമന്റും ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോ കോസ്റ്റ് സ്മോക്ക് ഹൗസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി ഒരു ചുമരിൻ്റെ സൈഡ് ഒരു തുരങ്കം പോലെ ഉണ്ടാക്കുക. ആദ്യം ആ തുരങ്കത്തിൽ റബ്ബർ ഷീറ്റ് വെക്കാനായി കവുങ്ങിൻ്റെ വാരി കഷ്ണം അടിച്ച് കയറ്റുക. അതിനുശേഷം ചെറിയ മുളയുടെ കഷ്ണത്തിൽ ഓരോ ഷീറ്റ് വീതം വെക്കാൻ പാകത്തിനുള്ള സൈസാക്കി വെക്കുക. പിന്നീട് നമ്മൾ തീ കൊടുക്കുമ്പോൾ ഷീറ്റിന് തീ പിടിക്കാതിരിക്കാൻ വേണ്ടി അടിയിലൊരു ഗ്രില്ല് റെഡിയാക്കണം. ആ ഗ്രില്ല് റെഡിയാക്കിയ ശേഷം ഈ ഷീറ്റ് വെക്കുന്ന തീയിടുന്നതിന് മുകളിലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ മുളയുടെ കഷ്ണത്തിൽ ഷീറ്റുകൾ ഓരോന്നായി അടുക്കി അടുക്കി വെക്കുക. എന്നിട്ട് അടുക്കി കഴിഞ്ഞ ശേഷം താഴത്തായിട്ട് ചകിരിയും വേസ്റ്റ് വിറകുകളും ഇട്ട് തീ കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. 2 ദിവസത്തിന് ശേഷം നോക്കുക, ഷീറ്റ് നല്ല ഗ്രേഡ് ഷീറ്റ് ആയിട്ടുണ്ടാവും. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി. സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. പൂമേനിയാകെ പൊൻകിരണം, പൂവായി വിരിയുമെന്നാത്മഹർഷം. പൂമേനിയാകെ പൊൻകിരണം, പൂവായി വിരിയുമെന്നാത്മഹർഷം. നീ എന്നിലോ ഞാൻ നിന്നിലോ, നീ എന്നിലോ ഞാൻ നിന്നിലോ, ഒന്നായി ചേരുന്നതീ നിമിഷം. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സായാഹ്നമേഘം നിൻ കവിളിൽ, താരാഗണങ്ങൾ നിൻ പൂമിഴിയിൽ. സായാഹ്നമേഘം നിൻ കവിളിൽ, താരാഗണങ്ങൾ നിൻ പൂമിഴിയിൽ. പൂന്തിങ്കളോ തേന്തിങ്കളോ, പൂന്തിങ്കളോ തേന്തിങ്കളോ, പൊന്നോമൽ ചുണ്ടിലെ മന്ദസ്മിതം. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി. സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. നീ എന്തിന്, നിങ്ങൾ എന്തിന്, ഇവിടെ താങ്കൾ എന്തിന്, നമുക്ക് നമ്മളാകാലോ. ഇങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ, ഈ നമ്മളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ. ഇങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ, ഈ നമ്മളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ. ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ, ഈ നമ്മളെ
മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ജനിക്കുമെന്നത് സത്യം, മരിക്കുമെന്നത് സത്യം. ജനിക്കുമെന്നത് സത്യം, മരിക്കുമെന്നത് സത്യം. അതിനിടയ്ക്കുള്ള കാലം ഒന്ന് കഴിച്ചു കൂട്ടുന്നു നമ്മൾ. ഇതിനിടയ്ക്കുള്ള കാലം ഒന്ന് കഴിച്ചു കൂട്ടുന്നു നമ്മൾ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ഇങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഈ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഇങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഈ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ? ആരുടെ കൂടെ നിൽക്കും? ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ? ആരുടെ കൂടെ നിൽക്കും? നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിന്റെ കൂടെ നിൽക്കും. നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ, നേരിന്റെ കൂടെ നിൽക്കും. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ഇങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഈ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഇങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഈ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നമ്മുടെ 2 ദിവസത്തെ സ്മോക്കിന് ശേഷം നമ്മുടെ സ്മോക്ക് ഹൗസ് ഓപ്പൺ ആക്കി നോക്കുകയാണ്. ദിവസത്തിനുള്ളിൽ ഹാഫ് ഉണങ്ങിയിട്ടുണ്ട്. വാവ്, നമ്മുടെ ലോ കോസ്റ്റ് സ്മോക്ക് ഹൗസ്
വിജയകരമായിരിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടെ ഇപ്പോൾ സ്മോക്ക് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം താഴെയാണ് സ്മോക്ക് ഇടുന്നതുണ്ടായത്. അത് മെല്ലെ അത് ഡേഞ്ചർ എന്ന് കരുതിയോണ്ട് നമ്മൾ ചേഞ്ച് ആക്കിയിരിക്കുകയാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ച് മാറി ഇവിടെ കല്ല് കെട്ടിയിട്ട് ഇതുപോലെ ഒരു കുഴിയാക്കി ഈ കുഴിയിൽ തീയിടാനാണ് പ്ലാൻ. ഈ കുഴിയുടെ അകത്ത് ഇങ്ങനൊരു ദ്വാരം നമ്മുടെ സ്മോക്ക് ഹൗസിലേക്ക് വെച്ച് അതിലൂടെ സ്മോക്ക് കടത്തിവിട്ട് ഷീറ്റ് ഉണക്കാനുള്ള പരിപാടിയാണ്. ഇതാവുമ്പോൾ സേഫ്റ്റിയാണ്. സ്മോക്ക് ഹൗസിൻ്റെ ഉള്ളിൽ പുകയിടുമ്പോൾ ചിലപ്പോൾ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇപ്പുറം മാറിയിട്ട് ഒരു കല്ല് കെട്ടിയിട്ട് ഒരു കുഴിയാക്കി അതിൽ തീയിടാനുള്ള പ്ലാനാക്കി എടുക്കുന്നത്. എല്ലാവരും ഈ ലോ കോസ്റ്റ് സ്മോക്ക് ഹൗസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നന്ദി.